ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീട്ടിലെ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ്, കുറച്ച് കൂടുതൽ ഫുഡ് ഉണ്ടാക്കി. എൻ്റെ എല്ലാ മക്കളും ഉണ്ട്, സിദ്ധുമോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനും അവന് അപ്പം നമ്മൾ കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കി. എൻ്റെ മക്കൾ പാളയത്ത് പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോഴും അതുണ്ട്. എന്താ മീനൊക്കെ എന്ന് വെച്ചാൽ ചൂര, കണവ, ഞണ്ട് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വെച്ച് മീനൊക്കെ ഉണ്ടാക്കി. അങ്ങനത്തെ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുക. ഇത് കണ്ട മീനിന്റെ കാര്യം വരുമ്പോൾ എൻ്റെ കൊതിയും പപ്പു കൊതി വിടുവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻട്രോ. അപ്പം എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് അമ്മമ്മയുടെയും ചെറിയുടെയും നന്ദിയുണ്ട്. അപ്പോൾ മോളൂട്ടി പഠിപ്പിച്ചാണ് ജോലിയൊക്കെ കഴിഞ്ഞു. ഇപ്പം വൈകിട്ട് ഇൻട്രോ എടുത്ത ക്ഷീണിച്ച് ഇരിക്കുകയാണേ. മോളൂട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീസ്. പിന്നെന്താ എന്താ പറയാ, മോളൂട്ടിക്ക് പ്രഗ്നന്റ് ആയപ്പോഴേ മോള് എല്ലാവരും പഠിപ്പിക്കുമായിരുന്നു. ബികോം ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുമായിരുന്നേ. ഇപ്പോഴും വാവക്കുട്ടൻ ജനിച്ചപ്പോഴും ഉടൻ തന്നെ ക്ലാസ്സൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ ഞാൻ വാവൻ നോക്കുന്നുണ്ട്, മോക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മോളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പം ചെറുവാവനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണേല് ചെറുവാവന്റെ അമ്മ ഇങ്ക് കൊടുത്തിട്ട് ഇപ്പൊ പഠിപ്പിക്കാതിരിക്കാണ് ഗൈസ്. മക്കള് എന്താ പറയാ എല്ലാരോടും. പിന്നെ നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്താ പറയാ, ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങള്. ഞാൻ വിചാരിച്ചതിനേക്കാൾ എല്ലാവരും എനിക്ക് സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് ഗൈസ്. ഇനി കുറച്ച് പെൻഡിങ് വീഡിയോസൊക്കെ കിടക്കുകയാണ് കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. എന്നിട്ടാണ് എൻ്റെ ചെറിവാവേൻ്റെ ചോറൂണ് വേണ്ടിയുണ്ട്. പിന്നെ അങ്ങോട്ട് പൊങ്കാലയ്ക്ക്, ആറ്റുകാൽ പൊങ്കാലയിൽ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്, ലോങ് വീഡിയോസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് 3 മാസം കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ആയത്. അപ്പൊ എല്ലാരോടും പ്രത്യേകം നന്ദിയുണ്ട് ഗെയ്സ്. അന്നോ നന്ദി ഉണ്ടെന്നെ. പറയേ. അപ്പൊ ടാറ്റാ, ബൈ ബൈ, സീ യു. വീഡിയോയിലേക്ക് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഞാൻ ക്യാരറ്റ് അപ്പമാണ് കേട്ടോ. ക്യാരറ്റ് അപ്പവും പിന്നെ ചതച്ച ചമ്മന്തിയായിരുന്നു. ഉള്ളിയും മുളക് പൊടിയും തേങ്ങയൊക്കെ ഇട്ട് ചതച്ച ചമ്മന്തിയായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ രാവിലെ ഞാൻ ഉണ്ടാക്കിയ തോരൻ, ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു. അതുകൂടി വെച്ചാണ് കഴിച്ചത്. മോളുട്ടിയുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ മോൾ ഫുള്ള് എഫേർട്ട് ഇട്ട് പഠിപ്പിക്കത്തുള്ളൂ. മോളുടെ കാര്യം വരെ മാറ്റി വെച്ച് ഫുൾ രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന മക്കൾ ഉറപ്പായിട്ടും നല്ല മാർക്കോടെ ജയിക്കാറുള്ളൂ. അങ്ങനെ മക്കൾ മീനൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എടുത്തൊക്കെ നോക്കിയപ്പം ചൂര മീനായിരുന്നു, വെള്ള ചൂര എണ്ണയായിരുന്നു. 2 നല്ല ലാഭമായിരുന്നു. 2 250 രൂപയുണ്ടെന്ന് പറഞ്ഞു. അത് മേടിച്ചുകൊണ്ട് വന്നു. ഞണ്ട് മേടിച്ചു. ഞണ്ട് അത്രയ്ക്ക് ലാഭം ഇല്ലായിരുന്നു. ഞണ്ടിൻ്റെ സീസൺ അല്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് വലിയ ലാഭം ഇല്ലായിരുന്നു. അത്ര പച്ചയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. ഇവിടെ മക്കൾക്ക് ഞണ്ട് എത്ര ഫ്രൈ ചെയ്താലും പുരട്ടി കഴിച്ചാലും മതി വരത്തേയില്ല. എവിടെ ഞണ്ട് വഴിയിൽ പോകുമ്പോൾ കണ്ടാലും വെപ്രാളമാണ്. അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണ കാര്യമാണ് പാട്. പിന്നെ ചൂരമീൻ കട്ട് ചെയ്യാതെയാണ് വാങ്ങിയിട്ട് വന്നത്. ഞാൻ കട്ട് ചെയ്യാൻ എനിക്ക് വീഡിയോ കോളിൽ കാണിച്ചപ്പോൾ ഇത്രയും വലുതാണെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം മക്കൾ ഇത് വാങ്ങിയിട്ട് വന്നായിരുന്നു, അഗസ്തിപ്പൂ. വെള്ളയും ചുവപ്പുണ്ടല്ലോ, ഒരു പാക്കറ്റ് ചുവപ്പാണ് വാങ്ങിയിട്ട് വന്നത്. പിന്നെ അതിനുശേഷം മാങ്ങ, കിളിച്ചുണ്ട മാങ്ങയും മേടിച്ചു. ഇതെന്തോ വേറെ ഏതോ സൈസ് വരിക്ക മാങ്ങയെന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ പയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി. മോളൂട്ടിയാണെങ്കിൽ മേളിൽ അലക്കാൻ പോയി. അപ്പോൾ ചെറുക്കുട്ടനാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് ചെറിയൊരു വാശി. അപ്പോൾ ഞാനും ചെറുക്കുട്ടിനെ എടുത്തിട്ട്
മേളിൽ പോയി ഒരു കസേരയിലിരുന്ന് അമ്മയും കണ്ടുകൊണ്ടിരുന്നാൽ ഒരു പ്രശ്നമില്ല. മോളൂട്ടി ഇലക്കി കഴിയും വരെ ഞാനും ഇപ്പോൾ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കഴിഞ്ഞ് ഇനി വലിയ ജോലികൾ കിടക്കുമല്ലോ. അപ്പം കുറേ നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാനോട് കസേരയിലിരുന്ന് മോള് നനയ്ക്കുന്ന നോക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ആദ്യം വന്നത് ഒരു ചൂര എടുത്ത് അറുത്തിട്ട് നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കേട്ടോ. ആദ്യം അത് അവിടെ ഇരുന്ന് പിടിക്കട്ടെ എന്ന് കരുതി. അതിനുശേഷം ഞണ്ടിനെ എടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. ഞണ്ട് ചെസ്റ്റ് പീസൊക്കെ സെപ്പറേറ്റ് ആക്കി, കാലൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഗസ്ത്യപ്പൂ കടുവറുത്ത് ഒരു സവാളയൊക്കെ ഇട്ടിട്ട് തോരത്തിൻ്റെ അരപ്പൊക്കെ എടുത്തിട്ട് പൂവും കൂടെ ആഡ് ചെയ്ത് വശക്കിയതിന് ശേഷം അരപ്പിട്ടതിന് ശേഷം ഒരു മുട്ട ഉണ്ടല്ലോ പൊട്ടിച്ചൊഴിച്ച് കിണ്ടിയെടുക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാണ് അഗസ്ത്യപ്പൂ തോരൻ ഉണ്ടാക്കി. പിന്നെ ഞണ്ട് പുരട്ടിയായിരുന്നു കേട്ടോ. നല്ല ചെസ്റ്റ് പീസ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, 4 പീസൊക്കെ ഇട്ടാണ് ഞണ്ട് പുരട്ടിയെടുത്തത്. പിന്നെ ഒരു ചൂര എടുത്ത് കട്ട് ചെയ്ത് തൊണ്ടമുളകും തക്കാളി മിരിങ്ങയ്ക്കൊക്കെ ഇട്ട് കറി വെച്ചായിരുന്നേ. പിന്നെ കപ്പയൊക്കെ വേവിച്ചെടുത്തിട്ട് അതുകൂടി കറി വെച്ചു. പിന്നെ ഇതൊക്കെ വച്ച് വരുമ്പോൾ ലേറ്റ് ആവത്തില്ലേ, അത് ഞാൻ കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നേ, അതിനെടുത്ത് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു ആദ്യം മക്കൾക്ക്. മട്ടൻ സൂപ്പ് ഈസിയാണല്ലോ. കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 പീസ് സവാളയും കൂടി ആഡ് ചെയ്ത് പച്ചമുളക്, മല്ലിയില, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ കേൾക്കുമ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അത് അടിപൊളി ഒരു സൂപ്പായി. അപ്പം പിന്നെ കുറേ നേരത്തേക്ക് അവർക്ക് വിശക്കത്തില്ലല്ലോ. അതാണ് ആദ്യം ചെയ്തത്. കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ടാണ് വേവിക്കുന്നത്. പിന്നെ നമ്മൾ അത് വെന്ത് വരുമ്പോഴേ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം 5-6 അല്ലി വെളുത്തുള്ളിയും 5-6 അല്ലി ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചിട്ടേ അതുകൂടി ആഡ് ചെയ്ത് നല്ല മണമായിരിക്കും. ഒരു ഫ്ലേവർ നൽകിയിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എടുത്തത് കണവ കേട്ടോ. അത്ര വലിയ കണവയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ മോൻ പറഞ്ഞു തോരൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. മോളാണ് നോക്കിയത്. ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഞാൻ കണവ കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടേ നല്ല രീതിയിലൊന്ന് പുരട്ടി വെച്ചായിരുന്നേ. പുരട്ടി വെച്ചിട്ട് നമ്മൾ അരപ്പിനായിട്ട് ഇഞ്ചിയും പെരിഞ്ചീരകം 5-6 അല്ലി ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ എടുത്തിട്ടേ ഒന്ന് ക്രഷ് ചെയ്ത് തോരത്തിന് പോലെ വയ്ക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ല കണവയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അടച്ചു വെച്ച് എടുത്ത് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്ത് വരും കേട്ടോ. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ തനിയെ വെള്ളം ഊറി വരും. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടി ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുറച്ച് ഗരം മസാലയും വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റാണ് ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളിയും കൂടി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇത്ര മോനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ എപ്പോഴും കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, അതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അങ്ങനെ നല്ല പാകമായിട്ട് വെന്ത് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.